തിരുവനന്തപുരത്തിൻ്റെ ദേശനാഥൻ എന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമി തന്നെയാണ്. ഒരിക്കലും നമുക്ക് ആറ്റുകാലമ്പലം, ശ്രീകണ്ഠേശ്വരം, ശ്രീവരാഹം, ഗണപതി കോവിൽ ഇതുപോലുള്ള ക്ഷേത്രങ്ങളുമായിട്ട് അതിനോടൊപ്പം നിൽക്കുന്ന ഒരു ക്ഷേത്രമല്ല ശ്രീ പത്മനാഭസ്വാമി. ഈ ദേശത്തിൻ്റെ നാഥനായ ദേശമൂർത്തിയായ ഒരു മഹാക്ഷേത്രങ്ങളിൽ പറ്റുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. അത് മൂടപ്പെട്ട് പോയെന്ന് മാത്രമല്ല, അവിടെയൊക്കെ ബാറുകൾ വന്നില്ലേ. രാജധാനി ബാർ വന്നിരിക്കുന്നു, ലൂസിയ വന്നിരിക്കുന്നു, ജോസ്കോ. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പോയി. ഇനി അതും പോരാഞ്ഞിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടോ? അപ്പം ഞാൻ സർവീസിൽ നിൽക്കുന്ന ഒരാളാണ്. വ്യാജ പ്രചരണം നടത്തുകയാണ് ബബ്ലു ശങ്കർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലില്ലാന്ന്. അത് നമ്മൾ കോടതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ലീവിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ ഒരു ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയില്ല, അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരുടെ ഒരു സംഘടിതമായ ഒരു സംവിധാനമില്ല. ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമസ്കാരം. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, ഇതൊക്കെ നമ്മുടെ പരമ്പരാഗതമായ സ്വത്ത് എന്ന് മാത്രമല്ല ദേശത്തിൻ്റെ കീർത്തി മറ്റിടങ്ങളിൽ പോലും വർദ്ധിപ്പിക്കുന്ന മഹാക്ഷേത്രങ്ങളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അടുത്ത കാലങ്ങളിലായി ഈ മഹാക്ഷേത്രങ്ങളൊക്കെ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് വിവാദത്തിൻ്റെ പുറംചട്ട അണിഞ്ഞുകൊണ്ടാണ്. പ്രത്യേകിച്ചും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം, ഈ നിലവറയിലെ നിധിവിസ്മയം കണ്ടെത്തിയ 2011 ശേഷം എത്ര തവണയാണ് ഈ വിവാദങ്ങളുടെ പുറം ചട്ട അണിഞ്ഞുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം വാർത്തകളിൽ ഇടം പിടിച്ചതെന്ന് ഏറ്റവും ഒടുവിൽ തത്വമയി തന്നെ പുറത്തു കൊണ്ടുവന്ന ചിക്കൻ ബിരിയാണി വിവാദത്തിന് ഇടയായ സ്ഥലം കൂടിയാണ്. വളരെ നിർഭാഗ്യവശാലാണ് ഞങ്ങളും ആ വാർത്ത കൊടുക്കേണ്ടി വന്നത്. കാര്യം ഒരു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചില വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരാറുണ്ട് പലപ്പോഴും. അത് ഡയറക്റ്റായിട്ടല്ല, ഇത് അപകീർത്തി എന്നല്ല, അവിടുത്തെ ഒരു ആചാര ലംഘനത്തെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള വാർത്തയാണ്. പക്ഷേ കുറച്ച് ആളുകളെങ്കിലും അതിനെ പറഞ്ഞത് ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തിയെന്നാണ്. പക്ഷേ നമ്മളത് വീണ്ടും തിരുത്താൻ ഉദ്ദേശിക്കുന്നു. ഒരിക്കലും ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനല്ല, അത് ക്ഷേത്രത്തെ ശുദ്ധീകരിക്കാൻ, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ, തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്താൻ വേണ്ടിയാണ് അന്ന് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിനെ തുടർന്ന് ഒരുപാട് വിവാദങ്ങളാണ് പിന്നീട് ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും ഈ വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ നമ്മളുമായി സംസാരിക്കാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സീനിയർ ഉദ്യോഗസ്ഥനായ ബബ്ലു ശങ്കർ, അദ്ദേഹമാണ് ഈ ഒരുപാട് വിവരങ്ങൾ അവിടെ നിന്നും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ ക്ഷേത്രത്തിനുള്ളിലെ പല കൊള്ളരുതായ്മകളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അദ്ദേഹമാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ ജോലിയിൽ നിന്ന് പോലും മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹത്തോട് വിശദമായി ചോദിച്ചറിയാം. ശ്രീ ബബ്ലു ശങ്കർ, നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ആമുഖം വളരെ സാധാരണഗതിയിൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇത്രയും വലിയൊരു ആമുഖം പറയാറില്ല. പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് എന്നുകൊണ്ടാണ്. സത്യത്തിൽ ഈ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിൻ്റെയും കീർത്തി വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെ ഒരു പ്രശസ്തി ദൂരദേശങ്ങളിൽ പോലും എത്തിക്കുന്ന രീതിയിലെന്നുള്ളതാണ് നമ്മൾ ചരിത്രാതീത കാലം മുതൽ കണ്ടുവരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ കാലത്ത് ഈ ക്ഷേത്രങ്ങളൊക്കെയും വിവാദങ്ങളിലൂടെയാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് എന്നുള്ള ഒരു മറുവശം കൂടിയുണ്ട്. ശരിക്കും ഞാൻ ഈ പറഞ്ഞ ആമുഖത്തിനോട് എത്ര ശതമാനം നീതി പുലർത്തുന്നു? 100% അത് വളരെ കൃത്യമായിട്ടാണ് സനോജ് അത് പറഞ്ഞത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ദേശനാഥൻ എന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമി തന്നെയാണ്. ഒരിക്കലും നമുക്ക് ആറ്റുകാലമ്പലം, ശ്രീകണ്ഠേശ്വരം, ശ്രീവരാഹം, ഗണപതി കോവിൽ ഇതുപോലുള്ള ക്ഷേത്രങ്ങളുമായിട്ട് അതിനോടൊപ്പം നിൽക്കുന്ന ഒരു ക്ഷേത്രമല്ല ശ്രീ പത്മനാഭസ്വാമി. ഈ ദേശത്തിൻ്റെ നാഥനായ ദേശമൂർത്തിയായ ഒരു മഹാക്ഷേത്രങ്ങളിൽ പറ്റുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. ഒരുപക്ഷെ ഇത് മറ്റ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരുന്നെങ്കിൽ ഇത് കൂടുതൽ ഉച്ചത്തിൽ അറിയപ്പെടുകയും ഇന്ന് ഈ പറഞ്ഞ ഇപ്പം നമ്മുടെ ഇവിടെ ഈ സ്വത്തൊക്കെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അതല്ലാതെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരുപക്ഷെ തലയിൽ കെട്ടുമായിട്ട് അല്ലെങ്കിൽ പത്മനാഭ എന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് അവിടെ പോകേണ്ടി വരുന്നു. അത്രയും ഉയരത്തിൽ വരേണ്ട ഒരു ക്ഷേത്രമായിട്ട് നമ്മളും കാണുമായിരുന്നു മറ്റൊരു സ്റ്റേറ്റിലായിരുന്നെങ്കിൽ. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇത് തിരുവനന്തപുരത്ത് അതിൻ്റെ മാഹാത്മ്യത്തെ പലപ്പോഴും അതിനെ
പലർക്കും ഈ ഒരുപക്ഷെ ഭഗവാൻ ധനികനാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ്. അല്ല, അതാണ് ഈ 2011 ആണ് നമ്മൾ അറിയുന്നത് ഈ ക്ഷേത്രത്തിന്റെ, ഈ തിരുവനന്തപുരത്തുകാർ പലരും അറിയുന്നത്. പക്ഷേ ഈ വൈഷ്ണവർ, ഈ നമ്മാൾവാരുടെ കൃതികളിലുള്ള 108 തിരുപ്പതികളിൽ വിശ്വസിക്കുന്ന വൈഷ്ണവാസ്, അവരുടെ 108 ദിവ്യക്ഷേത്രങ്ങളിൽ എന്നും ഇടമുണ്ടായിരുന്ന ഒരു സ്ഥാനമാണ്. ഈ പറയുന്ന കാലത്തിന് മുമ്പ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇവിടെ ദർശനം നടത്തിക്കൊണ്ടിരുന്നതും അവർക്കാണ്. അവർക്ക് അന്നും ഇന്നും ഈ ക്ഷേത്രം ഒരേ രീതിയിലാണ് അവർ കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുപ്പതിയാണിത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലുള്ള അപകീർത്തികരമായിട്ടുള്ള, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, പുറമേ നിന്ന് ഒരുപക്ഷെ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഏറ്റവും വലിയ ഒരു മാൽ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്ന ഒരു സ്ഥലമായിട്ട്, നീതിയുടെ കാവൽക്കാരായിട്ട് വന്ന് നിന്ന് നീതി നടപ്പിലാക്കാൻ വന്ന് നിൽക്കുന്നവരെ ഒരു വലിയ ഒരു കോടതി അത് നിയോഗിക്കുകയും അതിനുശേഷം അത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഒരുപാട് തരത്തിലുള്ള ഭരണസമിതികളും മറ്റ് ഈ ക്ഷേത്രത്തിന് 2 വലിയ ഭരണസമിതി, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, അതിന് മേളിൽ ഒരു ഉപദേശക സമിതി, അതിന് മേളിൽ ഒരു അപ്പലൻ്റ് അതോറിറ്റി, ഇത്രയും ഒരു ബൃഹത് സംവിധാനമുണ്ട്. അതിനകത്ത് IASകാരുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധികളുണ്ട്, സ്റ്റേറ്റിൻ്റെ പ്രതിനിധികളായിട്ടുണ്ട്, ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് D1 ഉണ്ട്, അതുപോലെ ഒരു സ്റ്റേറ്റ് ജഡ്ജ്, റിട്ടയർഡ് സ്റ്റേറ്റ് ജഡ്ജുണ്ട്. ഇത്രയും ഒരു ബൃഹത്, ഇതിനൊക്കെ മുകളിലൊരു അപ്പലൻ്റ് അതോറിറ്റിയായിട്ട് മഹാരാജാവ് തിരുമനസ് രാമവർമ്മ. അല്ല ബബ്ലു ശങ്കർ, ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് ചോദിച്ചോട്ടെ. ഇതാണ് എൻ്റെയും സംശയം. സാധാരണഗതിയിൽ ഇത്രയും വലിയ പെരുമയും പ്രശസ്തിയും ഒന്നും ഇല്ലാത്ത, പദവികളൊന്നും ഇല്ലാത്ത നാട്ടിൻ പുറത്തെ സാധാരണ അമ്പലങ്ങൾ പോലും അതിൻ്റെ ചിട്ടവട്ടങ്ങൾ കൃത്യമായി നടന്നു പോകുമ്പോൾ ഇത്രയധികം പറയാനാണെങ്കിൽ പെരുമകൾ ഏറെയുണ്ട്, പദവികൾ ഏറെയുണ്ട്. എന്നിട്ടും ഈ അമ്പലത്തിൻ്റെ ഒരു ശാപം എന്താണ്? ഇത്രയധികം പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയ ചിക്കൻ ബിരിയാണി വിവാദം, ഒരു ക്ഷേത്രത്തിലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. അതായത് ക്ഷേത്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, ക്ഷേത്രത്തിൻ്റെ പ്രാകാരത്തിൽ ഉൾപ്പെട്ട ഉത്സവ മഠത്തിനുള്ളിൽ, അവിടെയാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം പ്രവർത്തിക്കുന്നത്. അതിനുള്ളിലാണ് ഇത്തരത്തിൽ അവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ മകന് സ്ഥാനക്കയറ്റം കിട്ടിയതിൻ്റെ പേരിലുള്ള ഒരു ആഘോഷം, ചിക്കൻ ബിരിയാണി വിളമ്പിക്കൊണ്ട്. അതായത് നമുക്കറിയാം, പത്മനാഭ ക്ഷേത്രത്തിൻ്റെ 4 വാതിലുകളിലും 4 കവാടങ്ങളിലും പോലീസ് ബാരിക്കേഡുകളുണ്ട്. ഈ പോലീസ് ബാരിക്കേഡിൻ്റെ അകത്തുള്ള സ്ഥലങ്ങൾ ക്ഷേത്ര പ്രാകാരത്തിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലത്താണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു ആക്ടിവിറ്റി നടന്നിരിക്കുന്നത്. അല്ല, അതിന് പരിപൂർണമായിട്ടും പറഞ്ഞില്ലേ, ഇത് പറയാനാണെങ്കിൽ ഇന്നത്തെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ഏറ്റവും വളരെ ശോചനീയമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഈ ക്ഷേത്രത്തിനെ ഇന്ന് ഇത്രത്തോളം പേരുദോഷം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ തരംതാഴ്ത്തി വിടുന്നത്. ഇദ്ദേഹം മുൻപിരുന്ന ക്ഷേത്രങ്ങളിലും ഞാൻ അറിഞ്ഞതിൽ വെച്ചിട്ട് ജീവനക്കാർ തമ്മിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് തന്നെയാണ്. അപ്പോൾ എവിടെ പോയാലും ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ഉള്ള ജീവനക്കാരെ തമ്മിൽ കൊടിയുടെ നിറം നോക്കിക്കൊണ്ട് അവരെ സ്പർദ്ധയുണ്ടാക്കുക. അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ട ചില ആളുകളെ ചില അധികാരങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിന് ചുറ്റും വെക്കുക. പുറത്തുനിന്ന് ചില ആളുകളെ ഹയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരെ ഭയപ്പെടുത്താനായിട്ടുള്ള ചെയ്യുക. ഇതൊക്കെ ഇദ്ദേഹം ചെയ്തുകൊണ്ട് ഒരു ക്ഷേത്രത്തിന് നിരക്കാത്തുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. ഈ ചിക്കൻ ബിരിയാണിയുടെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ തത്വമയി എടുത്ത സ്റ്റാൻഡും ഒരുപക്ഷെ ഞാൻ ഈ കാര്യത്തിനകത്ത് ഇടപെട്ടതും നമ്മൾ ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്താനല്ല, അങ്ങനെ ഒരു വാർത്ത ഇത് വരുന്നത്. ഇതെല്ലാം ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ഒരു കണക്കിൽ അല്ലെങ്കിൽ മറ്റൊരു കണക്കിൽ നോക്കി നോക്കൂ, ഇത് കറക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. നിലവറകൾ തുറന്നുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ ഈ പോലീസ് കൺട്രോൾ റൂം വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കൺട്രോൾ റൂം വന്നു. ഏകദേശം 300ഓളം വരുന്ന പോലീസുകാർ, കമാൻഡോസ്, 10ഓളം വരുന്ന SIമാർ, ഇത്രയും CAമാർ, ഇവരൊക്കെ വന്നിട്ടുള്ളത് അവിടെ ഏത് തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയാലും 12,000 സാളഗ്രാമം വെച്ച് പൂജിക്കുന്ന ഒരു സ്ഥലത്ത് ആ ഡിവൈൻ സെൻറ്ററിൽ ഒരു എനർജി ലെവല് പാസ് ഓവർ ചെയ്യുന്നുണ്ട്. അതവിടെ കറക്ഷൻസ് നടത്തും. അതൊരു പ്രപഞ്ച സത്യമാണ്. അതിനെ നമുക്ക് മറികടത്തി എന്ത് തന്നെ കിടക്കണമെന്നാലും ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ദുർഗുണ പരിപാടശാലയാണ്. എല്ലാവരെയും കറക്ഷൻ നടത്തുന്ന, കറക്റ്റ് ചെയ്യപ്പെടേണ്ടവരെ തന്നെ കൊണ്ടെത്തിച്ചുകൊണ്ട് ഭഗവാൻ അതിൽ ഇപ്പം ചിലർ പറയും ഞാൻ പുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നിയോഗത്തിൻ്റെ ഭാഗമാണ്. എന്നെ നിയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പല സ്ഥലത്തും പല മേഖലയിലും ഉണ്ടായിട്ട് ഇവിടുന്ന് പുറത്തു വരെ ഉണ്ടായിരുന്നിട്ടും ഇവിടെ ജോലി ചെയ്യാനായിട്ട് വന്നത് ഒരു നിയോഗത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ അച്ഛനൂടെ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഏറെ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വന്നിട്ടോ ഇല്ല.
പക്ഷേ ഇന്ന് എൻ്റെ വൈകാരികമായി എനിക്ക് ഏറ്റവും അധികം ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇടപെടുന്നത്. അത് ഇത്തരം നെറുകേടുകൾ കാണുമ്പോൾ വളരെ ശക്തിയുക്തം വേറെ ആരും നമുക്ക് പ്രകടിപ്പിക്കാൻ വേറെ ആരും അതിനകത്ത് ഇടപെടാനില്ലാത്തതുകൊണ്ട് ഒരു ഭക്തജനങ്ങളോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ ഒരു ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയില്ല, അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരുടെ ഒരു സംഘടിതമായ ഒരു സംവിധാനമില്ല. ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്ത് ചോദിച്ചാലും സുപ്രീം കോടതി, എന്ത് പറഞ്ഞാലും കോടതി. ഇത് പറഞ്ഞ് ഭയപ്പെടുത്തി യഥാർത്ഥ കാര്യം മനസ്സിലാക്കാതെ ജീവനക്കാരെല്ലാം ഭയപ്പെട്ട് നിൽക്കുന്നു. നോക്കൂ, ഒരു കാര്യം ശ്രദ്ധിക്കൂ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 12 വർഷത്തോളം വരുന്ന ഏതെങ്കിലും സ്ഥലത്തുണ്ടോ ഡെയിലി വേജസുകാരെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്നും കണ്ട ഒരു തെറ്റ് കണ്ടിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു? ആ ആളുകളെ ഏകദേശം വരുന്ന 7-8ഓളം വരുന്ന ആളുകളെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. പുറത്ത് നിർത്തിയിരിക്കുന്നതെന്ന് മാത്രമല്ല, 10-12 വർഷം ജോലി ചെയ്തവരാണ്. അപ്പോൾ അവൻ്റെ നല്ല പ്രായം ഇവിടെ ജോലി ചെയ്തിട്ട് അവൻ്റെ ഒരു 45 ദിവസം വേറെ സ്ഥലത്ത് ജോലികൾ, അവരെ തിരിച്ചെടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വരികയാണ്. ഡിസിപ്ലിനറി ആക്ഷനിൽ നേരിടുന്ന ഡെയിലി വേസരെ എടുക്കണ്ട. അപ്പം നമ്മുടെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഗുരുതരമായ തെറ്റെന്താണ് ഇവർ ചെയ്തിരിക്കുന്നത്? തിരിക്കെടുക്കണം. ക്ഷേത്രത്തിൽ നിന്ന് എന്തെങ്കിലും അപഹരിച്ചോ, ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങളിൽ വേറെ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതൊന്നുമല്ല. ഭരണസമിതിക്കോ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനോ അവർക്ക് തെറ്റായിട്ട് തോന്നിയാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. ഇതാണ് അവിടുത്തെ. ഇതുപോലെ തന്നെയാണ് ജീവനക്കാർക്ക് കൊടുത്ത സാലറി തിരിച്ചു പിടിച്ചത്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അങ്ങനെയുള്ളതായിട്ട് അറിവില്ല. അതുപോലെ തന്നെയാണ് ജീവനക്കാരെ പെർമനൻ്റ് ചെയ്യാതെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 130ഓളം വരുന്ന ഡെയിലി വേസുകാരും 102ഓളം വരുന്ന പെർമനൻ്റ് സ്റ്റാഫുകളും ആയി തീർന്നു. ഏകദേശപ്പെട്ടവരെല്ലാവരും പിരിഞ്ഞു പോവാണ്. പക്ഷേ ആരെയും പെർമനൻ്റ് ചെയ്യാതെ വീണ്ടും കാലാകാലങ്ങളിൽ ഇപ്പോൾ ഇനി ലക്ഷദ്വീപം വരുന്നു, അല്ലെങ്കിൽ ഉത്സവ സമയത്തേക്ക് ഇവരെ എടുക്കുന്നു. അവരുടെ സീനിയോറിറ്റി പോലും നഷ്ടപ്പെടുത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ പറഞ്ഞു വിടുക. ഒരു വ്യവസ്ഥാപിതമല്ലാത്ത കാര്യങ്ങൾ നിയമപാലകരിരിക്കവേ ഇത് സംഭവിക്കുന്നു. ഇത് ചോദ്യം ചെയ്യാൻ ആരുമില്ല. ചോദ്യം ചെയ്യപ്പെടുന്നവനെ പുറത്താക്കുക, ഇല്ലെങ്കിൽ അവനെ മറ്റൊരു രീതിയിൽ സാലറി തരാതെ. ഇപ്പം ഞാൻ ചില കാര്യങ്ങളായിട്ട് ഇറങ്ങി, ചില കാര്യങ്ങൾ ചോദിച്ചു. ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നുള്ള നിലയ്ക്ക് ഒരു റെപ്രസെൻറ്റേഷനാണ് കൊടുത്തത്. അതിന് എടുത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്നെ ഡീപ്രൊമോട്ട് ചെയ്ത് ചെയ്യുകയും അതിനുശേഷം സാലറി തരാതിരിക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ സർവീസിൽ നിൽക്കുന്ന ഒരാളാണ്. വ്യാജ പ്രചരണം നടത്തുകയാണ് ബബലു ശങ്കർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലില്ലാന്ന്. അത് നമ്മൾ കോടതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ലീവിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള വ്യാജ പ്രകടനങ്ങൾ, വ്യാജമായിട്ടുള്ള ഓർഡറുകൾ ഇറക്കുക, അത് ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റും ഒട്ടിക്കുക. അപ്പോൾ ഇത് ജീവനക്കാരെ ഒരിക്കലും പെർമനൻ്റ് ചെയ്യാതെ, എങ്കിൽ ഈ മഹേഷ് വന്നതിന് ശേഷം ഇത് ആരാണ് ഇതിൻ്റെ കുറ്റക്കാരെന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മഹേഷ് എന്ന് പറയുന്ന ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു തോന്നിവാസിയായ ഒരു ക്ഷേത്രത്തിൽ ഇരിക്കാൻ ക്വാളിറ്റി ഇല്ലാത്ത ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറിനെ അവിടെ കൊണ്ടുവന്ന് ഈ ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ ഭരണസമിതിയെ കാര്യങ്ങൾ വളച്ചൊടിക്കുകയും തീരുമാനങ്ങൾ മാറ്റിമറിച്ചെടുക്കുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന തിരുവിതാംകൂർ രാജകുടുംബത്തിന് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? അവരാരും അറിയുന്നില്ല. അവർ രാവിലെ വരുന്നു, ദർശനം കഴിയുന്നു, പോകുന്നു. അവർക്കാർക്കും ഈ കാര്യങ്ങൾ എന്താണെന്ന് പറയുക. കാര്യം ഇദ്ദേഹത്തിൻ്റേതായ രീതിയിൽ ഇദ്ദേഹം ഓരോ ആളുകളെ ഓരോ കീ പോയിൻറ്റ്സിൽ വെച്ചിട്ട് ചെയ്യുക. ഇദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട്, ഇപ്പോൾ ജീവനക്കാർ ഇത്രയും പേരുണ്ട്, ഇവരെ പെർമനൻ്റ് ചെയ്യേണ്ട, ഇവർ ഇത്രയും വർഷം നിൽക്കുകയാണ്, ഇതൊന്നും പറയാതെ പുറം ലോകം അറിയും. ഇതിൻ്റെ പേരിൽ ഒരു ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. എത്രയോ ജീവനക്കാർ പുറത്ത് നിൽക്കുന്നു. എത്രയോ ജീവനക്കാർ പത്മനാഭസ്വാമി ക്ഷേത്രം ജോലി ചെയ്തതിന് മീൻ കച്ചവടത്തിന് പോകുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം ജോലി ചെയ്തിട്ട് അവൻ പൂക്കച്ചവടത്തിനല്ല പോയത്, അവൻ പോയി ശ്രീകണ്ഠേശ്വരത്ത് മീൻ കച്ചവടത്തിന് നിൽക്കുന്നു. ഈ ദുരവസ്ഥയിൽ ആത്മഹത്യയിൽ വക്കി നിൽക്കുന്ന 5ഓളം കുടുംബങ്ങളെ ഞാൻ ഈ തത്വമഴി ഡെസ്കിലേക്ക് ഞാൻ കൊണ്ടുവരാം. അപ്പം ഇത്തരം എന്നാൽ അനിയന്ത്രിതമായ തിരക്കുകൊണ്ട് കോടികളുടെ വരുമാനം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഇത് ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചെയർമാനായിട്ടിരിക്കുന്ന ആൾ പ്രിൻസിപ്പളും മറ്റുള്ളവർ സ്കൂൾ കുട്ടികളുമായിട്ടിരുന്ന്
കേട്ടോണ്ടിരിക്കുകയാണ്. ഇവർക്ക് ആർക്കും പ്രതികരണ ശേഷിയില്ല. എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ താങ്കൾ ഇത്ര ഘോരഘോരമായി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് ഈ ചിക്കൻ ബിരിയാണി വിവാദം ഉണ്ടായപ്പോൾ തന്നെ പുറത്തു വന്ന ഇതിൻ്റെ ഒരു മറു വാർത്ത എന്ന് പറയുന്നത് താങ്കൾക്ക് അദ്ദേഹത്തോട് എന്തോ വ്യക്തിവിരോധമുണ്ട്, അത് തീർക്കാൻ വേണ്ടി താങ്കൾ പടച്ചുണ്ടാക്കുന്നതാണ് ഈ വിഷ്വൽസ്. മറ്റൊരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ സഹായത്തോടെ അങ്ങനെ ഒരു വാർത്ത പോലും വന്നു. കാര്യം ഇത് പടച്ചുണ്ടാക്കിയ വാർത്തയാണെന്നുള്ള രീതിയിൽ എങ്ങനെ പ്രതികരിക്കുന്നു? അങ്ങനെ എന്തെങ്കിലും വ്യക്തിവിരോധം താങ്കൾക്ക് അദ്ദേഹത്തോടുണ്ടോ? അല്ല, അവിടെയാണ് ഇതിനകത്ത് ക്ഷേത്രത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾ ക്ഷേത്രത്തിൽ നടന്ന ഒരു വ്യക്തി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നു പറഞ്ഞൊരു കാര്യം അതാണ്. അതാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ കേട്ടെ, പണ്ട് കഴിച്ചുകൊണ്ടിരുന്നു, കഴിച്ചിരുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ അല്ല, അതാണ് പറഞ്ഞത്. ഇന്ന് വരെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ അവിടെ ഒരു പാർട്ടി ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയായിട്ട് ഇങ്ങനെ ഒരാൾ പോലും, ഒരു സംഘടനക്കാരോ ഒരു ജീവനക്കാരൻ്റെ ഒരു പാർട്ടി സസ്വേതര ഭക്ഷണം നോൺ വെജിറ്റേറിയൻ അവിടെ കൊടുത്തിട്ടേ ഇല്ല. അതങ്ങനെ ഒരു പ്രാക്ടീസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി ഒറ്റപ്പെട്ട് ജീവനക്കാരോ പോലീസുകാരോ മറ്റാളുകളോ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്തലാക്കേണ്ട കാരണമാണോ, നിർത്തലാക്കേണ്ട കാര്യമാണോ, ആ പ്രാക്ടീസ് തുറന്നു പോകണം? ഇതാണ് ചോദ്യം. ബബലു ശങ്കർ കഴിച്ചിട്ടുണ്ടെങ്കിലും മറ്റു വേറെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിലും പോലീസുകാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവനക്കാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആര് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിനുള്ള വ്യക്തിവൈരാഗ്യം ഞാൻ തീർക്കുകയാണോ ചെയ്യുന്നത്, അതോ അത് നിർത്തലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ഇവിടെ കൊടുക്കരുത്, ഇങ്ങനെ ഒരു പാർട്ടി ഇവിടെ നടത്തരുതെന്ന് തലേദിവസം ഈ പറഞ്ഞ ഒരു ജീവനക്കാരൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അതിൻ്റെ തലയ്ക്കും തലേദിവസം വേറെ ജീവനക്കാരെ വിട്ട് പറയിപ്പിച്ചു. ആ ജീവനക്കാരൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ ജീവനക്കാരൻ ഉടനെ സംഭവിച്ച് കൊടുക്കുന്നില്ല, അയാൾക്ക് താല്പര്യമില്ല, അയാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല. എന്നാൽ രാവിലെ വന്ന മഹേഷിൻ്റെ തീരുമാനമാണ്. ഇത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ അല്ല, ഇത് ഓഫീസാണ്. നാലയ്ക്കണം ക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്ന അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു മതിൽക്കെട്ടിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ഈ ഇരിക്കുന്ന ഗാർഡ് റൂം ഉൾപ്പെടെ ഉത്സവ മഠമാണ്. ആ ഉത്സവ മഠത്തിൽ അവിടെ കൊടുക്കാം എന്ന് ഇത് ക്ഷേത്രത്തിൻ്റെ ഓഫീസാണ്, ഇവിടെ കൊടുക്കുക, അങ്ങനെ ഒരു ഇതില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോൺ വെജിറ്റേറിയൻ. ഈ നോൺ വെജിറ്റേറിയൻ കൊടുത്ത സമയത്ത് തന്നെ ഞാനത് അറിയുകയും അതിനുശേഷം അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്തു. അതിനെതിരായിട്ടൊരു പ്രൊട്ടസ്റ്റ് നമ്മൾ തയ്യാറാക്കി. ആ പ്രൊട്ടസ്റ്റ് മുന്നോട്ട് പോയി. അതിനുശേഷം ഭക്തജനങ്ങൾ ഒത്തുകൂടി വന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഹൈക്കോടതിയിലേക്ക് പോയി. ഇന്ന് ഹൈക്കോടതി വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു ചിക്കൻ ബിരിയാണി കൊടുത്ത സ്ഥലം ഇതാണ്. അതിന് സ്ട്രോങ് ആക്ഷൻ എടുക്കാനായിട്ട് ജഡ്ജ്മെൻറ്റ് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. സ്ട്രോങ് ആക്ഷൻ എടുക്കാനായിട്ട് ഭരണസമിതിക്ക് മേളിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതിന് ഒപ്പ് മാത്രം പറ്റില്ല. അതുകൊണ്ട് സാധനം എന്തായാലും അതിനുശേഷം സസ്യേതര വിഭവങ്ങൾ ആ കോമ്പൗണ്ടിൽ അതൊരു ക്രിമിനൽ ഓഫീസായിട്ട് മാറി. ഇനിയും പത്മതീർത്ഥക്കുളം മിത്രാനന്ദം ഒരു കാര്യം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം മാത്രമായ 7.5 ഏക്കർ അല്ലല്ലോ. അത് പത്മതീർത്ഥക്കുളം, വൈകുണ്ഠം, നവരാത്രി മണ്ഡപം, ട്രസ്റ്റ് ഓഫീസ്, ഈ പറയുന്ന മിത്രാനന്തപുരം കുളം, ഉത്സവമഠം, രാമനാമഠം, ഇതെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഡിവൈൻ സെൻറ്റേഴ്സാണ്. അവിടെ ഒരു സ്ഥലത്തും പാടില്ല. അതെ. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞ പോലെ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പത്മനാഭസ്വാമിയുടെ ഒരുപക്ഷെ ഒന്നാം പുത്തൻതെരുവ്, രണ്ടാമത്തത്, ഇതെല്ലാം ക്ഷേത്രത്തിനെ സംരക്ഷിക്കാനായിട്ട് അന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നതാണ്. എത്ര ഏക്കർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പല യൂട്യൂബ് ചാനലിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ഏക്കർ, 3200 വരുന്ന ഏക്കറുകൾ ശ്രീപത്മനാഭസ്വാമി ശ്രീഭണ്ഡാരബാബു ഭൂമിക്കുണ്ടായിരുന്നു. അതെ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ മറ്റൊരു ക്ഷേത്രത്തിന് അതിൻ്റേതായ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളുള്ള ഒരു ക്ഷേത്രം ഉണ്ടെന്ന്. കാര്യം ഫ്രണ്ടിൽ ഒരു അതിബൃഹത്തായ ഒരു കുളം, അതിന് ഇടതുവശത്തായി അന്നത്തെ ട്രഷറി കരുവേലപ്പുര മാളിക, അതിന് മുന്നായി ക്ഷേത്രത്തിലെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി മാത്രമുള്ള ഒരു പാത്രക്കുളം, അതൊക്കെ ഇന്ന് മൂടപ്പെട്ടു പോയിരിക്കും. അത് മൂടപ്പെട്ടു പോയെന്ന് മാത്രമല്ല, അവിടെയൊക്കെ ബാറുകൾ വന്നില്ലേ. രാജധാനി ബാർ വന്നിരിക്കുന്നു, ലൂസിയ വന്നിരിക്കുന്നു, ജോസ്കോ. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പോയി. ഇനി അതും പോരാഞ്ഞിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടോ? ഞാനതാണ് ചോദിക്കാൻ വന്നത്. ഈ മഹാക്ഷേത്രങ്ങൾ, നമ്മൾ ഇന്ത്യയിലെ ഏതൊരു മഹാക്ഷേത്രത്തിൽ പോയാലും ക്ഷേത്രത്തിൻ്റെ ഭൂമി പാർക്കിങ്ങിനും വരുന്ന ഭക്തജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ഉണ്ടാകും. അത് ഏത് ക്ഷേത്രമാകട്ടെ, ഏത് സ്ഥലമില്ലാത്ത ക്ഷേത്രങ്ങൾ പോലും പാട്ടത്തിനടുത്ത് അവരതിന് സ്ഥലം കണ്ടെത്താറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിഴക്കേക്കോട്ട കടന്ന് അകത്തേക്ക് വരുന്ന ഭക്തന് വണ്ടി പാർക്ക് ചെയ്യാനോ അവൻ്റെ അടിസ്ഥാന പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടിയോ ക്ഷേത്രം ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ കാണുന്നില്ല. അവിടെ കാണുന്നതൊക്കെയും പുറം കരാറുകാർ എടുത്ത് KSRTCയുടെ ഗ്യാരേജ്, അതിനപ്പുറമുള്ള സ്വകാര്യ വ്യക്തികളുടെ. അതെ,
ക്ഷേത്രത്തിൻ്റെ പല സ്ഥലത്തും വൈകുണ്ഠം ആയിക്കോട്ടെ, അല്ല നമ്മുടെ നോർത്ത് സൈഡ് ആയിക്കോട്ടെ, വെസ്റ്റ് ആയിക്കോട്ടെ, പല സ്ഥലത്തും നമ്മൾ കയറി വന്ന് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ്, ഈ ആർക്കിയോളജി നല്ല ഒന്നാം തരം പാർക്കിംഗ്, അവർ പാർക്കിംഗ് ഏരിയ, ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ അവർ പാർക്കിംഗ് ഏരിയ വെക്കുകയാണ്. അവർ പാർക്കിംഗ് ഏരിയ, ഇവരുടെ പാർക്കിംഗ് ആണ് ആർക്കിയോളജിയിൽ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് മറ്റേത് ബുള്ളാട്സാണ്, അതിനകത്ത് കൊണ്ടുവന്ന് പുറത്തുള്ള ഇവർക്ക് വെക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയി. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് 7.5 ഏക്കറിലേക്ക് അത് വന്നു. ഇനിയുള്ളതെങ്കിലും നമ്മൾ സംരക്ഷിക്കുക. ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ സംശയം എന്നുള്ള രീതിയിൽ, ഒരു ലേമാൻ്റെ സംശയം എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. ഇത്രയധികം പദവികളുള്ള, ഇത്രയധികം സംവിധാനങ്ങളുള്ള, ഇത്രയധികം ടയേഴ്സുള്ള ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ട്. അതുമാത്രമല്ല, ഏറ്റവും നമ്മൾ വാഴ്ത്തിപ്പാടുന്ന തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അധീനതയിലാണ് ഇന്നും ക്ഷേത്രം എന്നാണ് പരക്കെ പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇവർക്കെല്ലാവർക്കും കൂടി ഒന്ന് മനസ്സ് വച്ചാൽ ക്ഷേത്രത്തിന് ഈ വിധമായ സൗകര്യങ്ങളെങ്കിലും ഒരുക്കാനുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാക്കിക്കൂടെ? അല്ല, ഇതിൽ ഈ തിരുവിതാംകൂർ രാജകുടുംബം ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല. കാര്യം കസ്റ്റംസും റിച്വൽസും ആചാരപരമായ കാര്യങ്ങൾക്ക് മാത്രമേ രാജകുടുംബം വരുന്നു തൊഴുതു. അപ്പം അതിലൊരു ട്രസ്റ്റി പൂരന്തിരുന്നാൾ മഹാരാജാവ് രാമവർമ്മയ്ക്കാണ്, തിരുമനസിനാണ് ഇതിൻ്റെ മുഴുവൻ ഇത് വരുന്നത്. ഒരു അപ്പലൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന നോമിനിയായിട്ടുള്ള ഒരാൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റിയിലുണ്ട്, ബാലകൃഷ്ണൻ സർ IAS എന്ന് പറയുന്നത്. അപ്പോൾ അതിനും അപ്പുറം ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലും അഡ്വൈസറി കമ്മിറ്റിയിലും വേറെ വേറെ ആളുകളാണ്. ഇപ്പം ഇവർ കൂട്ടായിട്ടിരുന്ന് ഇപ്പം നമ്മളിപ്പോൾ പാലസിനെ ഇപ്പോൾ എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയും തിരുവിതാംകൂർ രാജകുടുംബത്തിനെക്കുറിച്ച് വളരെ നല്ലതാണ്. എല്ലാം നല്ലതിന് വേണ്ടി വരും പത്മനാഭ എന്നുള്ള ചിന്തയിൽ മാത്രം ശ്രീ പത്മനാഭസ്വാമിയെ വിളിച്ച് 24 മണിക്കൂറും ഭഗവാനെ എന്ന് വിളിച്ച് ജീവിക്കുന്നവരാണ്. അപ്പം എല്ലാം നഷ്ടപ്പെട്ടു പോയാലും പത്മനാഭസ്വാമി വേണമെന്ന് ആഗ്രഹിച്ചവരാണ്. അപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ദൂരക്കൂട്ടിയെങ്കിൽ എന്തെങ്കിലും ദോഷമായിട്ട് വരുന്ന കാര്യം ചിന്തിക്കാൻ പോലും തിരുവിതാംകൂർ രാജകുടുംബത്തിന് സാധിക്കില്ല. എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പറയാനായിട്ടുള്ള ഒരു വിധിയിൽ അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല. ഒരാൾക്ക് മാത്രമായിട്ടാണ് ഇത് പതിരിക്കുക. ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റിയും വേണം തീരുമാനിക്കുക. അപ്പം ഈ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവർ ഈ പ്രശ്നങ്ങൾ ശരിക്കും ഒരു മാസത്തിൽ ഒന്നൊക്കെയാണ് ഇരുന്ന് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് പ്ലേസ് ചെയ്യേണ്ട ആരാണ്? അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഇത് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞ ആൾ ഈ ക്ഷേത്രം റൺ ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. കവടിയാർ പാലസിൽ ഇരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ എവിടെങ്കിലുമായിട്ട് കമ്മിറ്റി കൂടുമ്പോഴല്ലേ അവർ വരുന്നത്, അവരുടെ അടുത്തല്ല ഈ കാര്യങ്ങൾ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ട ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളില്ല. ഇദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് ആ കസേരയിലിരിക്കാനായിട്ടുള്ള എല്ലാ കുതുകാൽ വിട്ട് പരിപാടികളും ചെയ്ത് അതിനെ എങ്ങനെ പുള്ളിക്കാരൻ അതിൻ്റേതായ രീതിയിൽ ഒരു ക്ഷേത്രത്തിന് ചേരാത്ത എല്ലാ പ്രവൃത്തികളും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരോടും സംസാരിച്ച്, ഇന്ന് ചിക്കൻ ബിരിയാണി വന്നപ്പം ആശാൻ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. ഇന്ന് പണ്ട് KN സതീഷ് സാർ ഇരുന്നപ്പോൾ സതീഷ് സാറിന് കോടതിയിലേക്ക് ഒരു ജീവനക്കാരുടെ സൈനൊക്കെ വാങ്ങിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. കുറച്ച് കാര്യങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും ഭഗവാൻ അതിൽ കൂട്ടിയത് അങ്ങനെയൊന്നും കൊടുത്തെന്ന് പറഞ്ഞ് ഭഗവാനോട് ആ കസേരയിൽ ഇരുത്തില്ല. കാര്യം ഭഗവാനാണ് തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും. അന്ന് ജീവനക്കാർക്ക് എല്ലാവർക്കും വാരി വലിച്ച് സാലറിയും അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളും കൊടുത്തിട്ട് പുള്ളി എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു. അതുപോലെ ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഇപ്പോൾ ചിക്കൻ ബിരിയാണി ഇഷ്യൂ വന്നപ്പോൾ ഇദ്ദേഹത്തിന് 4 സൈഡിൽ നിന്ന് പറഞ്ഞു. ഇപ്പോൾ ജീവനക്കാരൻ കുറച്ചുകൂടി മര്യാദ, ആദ്യം വന്നതല്ല, അദ്ദേഹത്തിനെ മര്യാദ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ, ദുർഗണ പരിപാടി ശരിയാണ്. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ അത് അദ്ദേഹത്തിന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വഴിയോ തത്വ വഴിയോ ആരോ വഴി ആയിക്കോട്ടെ, ഇദ്ദേഹത്തിൻ്റെ കറക്ഷനാണ് അവിടെ നടത്തേണ്ടത്. ഒരൊറ്റ വ്യക്തിയുടെ കറക്ഷൻ നടത്തിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഈ നിലയിൽ പോവുകയാണെങ്കിൽ ഭക്തജനങ്ങളെ 500 രൂപ ഫ്രണ്ടിൽ കൊടുത്ത് കയറുന്നു. 50, അത് വളരെ വളരെ എന്തിനാണെന്നല്ല, ഫ്രീ ആയിട്ട് വരുന്നവർക്കും അല്ലാത്തവർക്കും 50 രൂപ എടുത്തിട്ട്. അപ്പോൾ ഇതവിടെ വേറൊരു ഇപ്പോൾ ഞാൻ ജീവനക്കാരനെ
ശരിയായ ശമ്പളം ഇല്ലാതെ 600 രൂപയിൽ 3.25 കയറുന്ന ഒരാൾ 9:30 വരെ ആകുമ്പോൾ അല്ല, ഈ ജീവനക്കാരുടെ പെരുമാറ്റം ജീവനക്കാരുടെ പെരുമാറ്റത്തെ കുറിച്ച് ഒരുപാട് തവണ പരാതി വന്നില്ല. പെരുമാറ്റം അങ്ങനെ വരുന്നതിൻ്റെ കാര്യം ഞാൻ പറയട്ടെ. പെരുമാറ്റം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. എങ്കിലും അവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജീവനക്കാരനെ ഇപ്പം ടാറ്റയെ ബിർള ആരെന്നൊക്കെ ഉള്ളൂ, ജീവനക്കാരെ ആദ്യം അവർ നല്ല രീതിയിൽ പോഷപ്പെടുത്തും, ട്രീറ്റ് ചെയ്യും, ജീവനക്കാർക്ക് വേണ്ട ആനുകൂല്യം കൊടുക്കും. അപ്പോൾ അവർ നല്ല സ്വസ്ഥമായിട്ടിരുന്ന ഒരു ജോലി ചെയ്യും, ഔട്ട്പുട്ട് കിട്ടും. അപ്പോഴാണല്ലോ അവരുടെ സ്ഥാപനം വലുതാവുന്നത്. ഇതങ്ങനല്ല. ജീവനക്കാരെ പീഡിപ്പിക്കുക, ജീവനക്കാരെ ദ്രോഹിക്കുക. അപ്പോൾ ജീവനക്കാർക്ക് ഒരു തരത്തിലുള്ള നിവൃത്തിയില്ല. അവർക്ക് ഒരു തരത്തിലും യാതൊരു വിധത്തിലുള്ള അവന് കിട്ടുന്ന 600 രൂപ വെച്ചിട്ട് അവൻ രാവിലെ തൊട്ട് 3:15 കയറി അവൻ രാത്രി 9 മണി വരെ ഇരിക്കുന്നത്. ഇപ്പം 2 മണിക്കൂർ ഉച്ചയ്ക്ക് 2-3 മണിക്കൂർ ഉണ്ടെങ്കിൽ അവൻ കൊല്ലത്തുനിന്ന് വരുന്നവനാണ്, അവൻ എന്തോ ചെയ്യും? അപ്പോൾ അവനിവിടെ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം കഴിയുമ്പോൾ അടുത്ത് അവൻ തുറക്കാൻ ഉള്ളത്. അത് എന്ന് ഇത്രയും അനിയന്ത്രിതമായ തിരക്ക് വന്നു, സഫിഷ്യൻറ്റ് സ്റ്റാഫില്ല, അവൻ്റെ നടുവൊടിയാണ്. അത്രയ്ക്ക് പണിയെടുപ്പിക്കുക. ഇദ്ദേഹം കറക്റ്റ് ടൈമിൽ വരും, ഉച്ചയ്ക്ക് കഴിച്ച് ഇദ്ദേഹം വൈകിട്ട് ഇദ്ദേഹം വീട്ടിൽ പോകും. അത് കഴിയുമ്പോൾ ജീവനക്കാരാണ് കഷ്ടപ്പെടുന്നത്. അപ്പം ഇതിനൊന്നും സഫീഷ്യൻ്റായിട്ടുള്ള ആളുകളെ കൊടുക്കാതെ, കൃത്യമായിട്ടുള്ള സ്ട്രെങ്ത് കൊടുക്കാതെ, ഡെയിലി വേജസുകാരുടെ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. വേറെ ഒരു സ്ഥലത്തും ഇത്രയും ഡെയിലി വേജസുകാർ കഷ്ടപ്പെടുന്നില്ല, ഇത്രയും നല്ല ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഫ്രഷായിട്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ അവർക്ക് ഈ ഭക്തജനങ്ങളുടെ അറിയാമല്ലോ, പറഞ്ഞാൽ അവർ മൂവ് ചെയ്യാനും അവർക്ക് അങ്ങോട്ട് മാറാനും ഒക്കെ അപ്പോൾ ഇവർ ഷൗട്ട് ചെയ്ത് സംസാരിക്കും. അങ്ങനെ വരുന്ന സമയത്താണ് അവിടെ പ്രശ്നങ്ങൾ ചെയ്യുന്നത്. എന്നാൽ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവരകത്ത് വന്ന് നിൽക്കുമോ? അവിടെ ഒരു ശ്രീകാര്യം പോസ്റ്റിലിരിക്കുന്ന ഒരാളെ വെച്ചിട്ടുണ്ട്. പുള്ളി തിരുവമ്പാടിക്ക് അകത്ത് നമ്പിയുടെ വന്ന പൈസ, അവിടെ വന്നിട്ടുള്ള നോട്ട് കെട്ടുകൾ കത്തിച്ച ആളാണ്. അതായത് ദേശദ്രോഹ പ്രവർത്തനം ചെയ്ത ഒരാൾ. അത് ചെറിയ വാക്കുതർക്കം ഉണ്ടായ സമയത്ത് നമ്പി അവിടെ വെച്ചിട്ട് പോയ പൈസ എടുത്ത് വെച്ച് വിളക്കിൽ വെച്ച് കത്തിച്ച ഒരാളെയാണ് അവിടെ. അതിൻ്റെ പേരിൽ ഓർഡറുണ്ട്, ഞാനത് കാണും. ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ കയ്യിൽ ക്ലീൻ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെക്കുറിച്ച് എന്തെങ്കിലും ഇനി നാളെ തത്വമയിൽ സംസാരിക്കാൻ, വേറെ ഏതെങ്കിലും സംസാരിക്കുന്നതിന് ഡോക്യുമെൻറ്റുമായിട്ട് വന്നിട്ട് വേണം സംസാരിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ചെയ്ത ഒരാളെ അതും ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെയാണ് അവിടെ വെച്ചത്. അപ്പോൾ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി, പൈസ കിട്ടാത്തതിന് അങ്ങനെയുള്ളവൻ ശ്രീകാര്യം പോസ്റ്റ്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഉള്ളിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റ് തസ്തികയാണ് ശ്രീകാര്യം എന്ന്, ഇൻറ്റേർണൽ മാനേജറാണ്. ആ തസ്തിക ഇരിക്കുന്നവൻ എന്ത് ക്രമക്കേടായിരിക്കും അവിടെ നിന്ന് കാണിക്കുന്നത് ഒന്ന് മനസ്സിലാക്കണം. ബാക്കി അവിടെ വന്ന് കാണണം. പൈസയ്ക്ക് വേണ്ടി ഏത് രീതിയിലാണ് ആളുകളെ തൊഴിയിക്കുന്നത്, എന്തൊക്കെ തെമ്മാടിത്തരം കാണിക്കുക, അതിൽ ബാക്കി എത്ര ആളുകളെ കരയിക്കുന്നു. പാൽക്കടലിൽ കിടക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ഇന്ന് കണ്ണീർ കടലിലാണ്, യാതൊരു തർക്കവുമില്ല. ഭക്തജനങ്ങളുടെ കണ്ണീർ കടലിലാണ് ഇന്ന് പത്മനാഭസ്വാമി കിടക്കുന്നത്. അത് ഭക്തജനങ്ങൾ ആരും ഭക്തജനങ്ങൾ എല്ലാവരും വിഷമത്തോടെ സങ്കടത്തിൽ കരഞ്ഞ് ആർത്ത് വിളിച്ചിട്ടാണ് വർഷാർച്ചനക്കാരും ഇവരും എല്ലാം പോകുന്നത്. ഇത് നല്ലവണ്ണം മഹേഷിനറിയാം. പക്ഷേ മഹേഷിൻ്റെ ഏറ്റവും റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു കോക്കസിനെ മഹേഷ് സൃഷ്ടിച്ചിട്ട് മഹേഷ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി പ്ലേസ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. ചിക്കൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞു, നടപടിക്രമങ്ങളെ കൃത്യമാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെല്ലാം സാധനങ്ങൾ എടുത്തു കൊടുത്തു. എന്നിട്ട് കോടതിക്ക് അത് വല്ലതും ഇതായോ? അവസാനം നമ്മൾ മാപ്പ് കൊടുത്ത് ഈ ഉത്സവമടം എന്താണെന്നും അതിൻ്റെ ആചാരപരമായ കാര്യങ്ങളും പറയുമ്പോഴാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതിവിടെ എങ്ങുമല്ല നടന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞ് റോഡുണ്ട്, ആ റോഡ് കഴിഞ്ഞ് കുറേ വീടുകളുണ്ട്, ആ വീട് കഴിഞ്ഞ് ഓഫീസാണ്, ആ ഓഫീസിൻ്റെ അടുക്കളയുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്?